ഇന്നലെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി എടവനക്കാട് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കടൽക്ഷോഭം മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ ഒരു ജനകീയ സമരം നടന്നു. ജനകീയ സമരം 5:30 മണിക്ക് നമ്മൾ അവസാനിപ്പിച്ചത്. ബഹുമാനപ്പെട്ട കളക്ടർ ഇന്ന് 12 മണിക്ക് മീറ്റിംഗ് വിളിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കും, അതായത് വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് നമ്മൾ ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. ഇന്നും എടവനക്കാട് പഞ്ചായത്തിൽ അതേ തുടർന്നുള്ള ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പഞ്ചായത്തിലുള്ള അപാലവൃദ്ധ ജനങ്ങളും നമ്മളുടെ പഞ്ചായത്ത് തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ 1.5 മണിക്കൂർ നടത്തിയ ചർച്ചയിൽ നിന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അത് നിയമസഭാ തലത്തിൽ നിന്നും ക്യാബിനറ്റ് കൂടി മന്ത്രിസഭാ തലത്തിൽ നിന്നാണ് അതിൻ്റെ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അവിടെ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളെ അറിയിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. 20 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 4-ാം തീയതി, അതായത് 1-ാം തീയതി അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായും ജില്ലാ വകുപ്പ് മന്ത്രിയുമായൊക്കെ സംസാരിച്ച് അതിനുള്ളൊരു മറുപടി, അതായത് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവിടെ അറിയിക്കും. അറിയിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള ഒരു മറുപടി കിട്ടിയത് 4-ാം തീയതി ഞങ്ങളെ അറിയിക്കാമെന്നാണ് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതുകൂടാതെ തന്നെ അദ്ദേഹം 1-ാം തീയതി പോകുന്നതോടൊപ്പം തന്നെ എടവനക്കാട് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളും അവിടേക്ക് പോകുന്നതായിരിക്കും. അതെ, അത് ഇനിയിപ്പോ പഞ്ചായത്ത് തലത്തിലൊരു ജനകീയ സമരമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോ അവിടെ ചെന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടർ നടപടികളും, അതായത് ഞങ്ങൾ മുന്നോട്ട് പോകും. അതായത് ഇപ്പോ അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രാധാന്യമനുസരിച്ചിട്ട്, അതായത് കേരളത്തിൽ 10 തീരദേശ പഞ്ചായത്തുകളാണ് ഉള്ളത്. 10 തീരദേശ പഞ്ചായത്ത്, അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കടൽ. പക്ഷേ എടവനക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സുനാമിയിൽ 5 മരണം നടന്ന് 2004 നടന്ന ദുരന്തത്തിന് ശേഷം ഒരു കല്ല് പോലും എടുത്തു വെക്കാത്തൊരു പഞ്ചായത്ത്. അപ്പോൾ ഈ 10 പഞ്ചായത്തിനേക്കാൾ അധികം പ്രയോറിറ്റി ലഭിക്കേണ്ടത് എടവനക്കാട് പഞ്ചായത്തിനാണ്. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ്.